ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിതാ നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു ഞണ്ട് മസാല തയ്യാറാക്കാമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നേരെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഉച്ച സമയത്തായിട്ട് ഞണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഉച്ചത്തേക്കുള്ള കറിക്കായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ വെച്ചിട്ട് ഞണ്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അകത്തും അടുക്കളയിലൊക്കെ എല്ലായിടത്തും തെറിക്കല്ലേ നമ്മൾ വെട്ടുന്ന സമയത്ത്. അപ്പം ഞാൻ നേരെ പുറത്തേക്കാട്ടോ കൊണ്ടുപോയത്. പുറത്ത് അലക്കുന്ന കല്ലിൻ്റെ ആ ഒരു അടുത്ത് വെച്ചിട്ടാണ് ഞാനത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതേ പുറത്ത് മതിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ കയ്യെന്ന് പറയണ്ട കേട്ടോ. ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീടും അതിൻ്റെ ചുറ്റുപാടൊക്കെ കേട്ടോ, വലിയ സൗകര്യമൊന്നുമില്ല. അപ്പോൾ പുറത്തുള്ള ചുമരെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ട് ആകെ പൂപ്പൽ പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഞണ്ടൊക്കെ അതേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കത്തിയും കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചിരട്ടേൻ്റെ ഇത് കമിഴ്ത്തി വെച്ചിട്ട് അതുമ്മൽ വെച്ചിട്ടാട്ടോ ഞാൻ ഞണ്ട് വെട്ടുന്നൊക്കെ. അത് വെട്ടിയിട്ട് അതിൻ്റെ തോടിന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാമ്പൊക്കെ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാല് പറിച്ചെടുത്തപ്പം എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് കൈ കീറി മുറിയായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഇതേ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാനത് കഴുകി വൃത്തിയാക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചിട്ട് അതിനുള്ളൊരു സൗകര്യമില്ലേ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കളയിൽ കൊണ്ടുവച്ച് കഴുകി ഞാൻ ഞണ്ടതേ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ആ സമയത്ത് മോൾക്ക് ഉറക്കം വന്നുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് കയറി ഇരിക്കുക കേട്ടോ. അപ്പോൾ അവളെ എടുത്തിട്ട് ഞാൻ അത് ഞണ്ട് മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അരപ്പ് ഞാൻ തയ്യാറാക്കിയിട്ട് ആദ്യം തന്നെ. അപ്പോൾ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും അരച്ച് വെക്കുന്നില്ലേ, ചെറിയ രീതിയിലൊന്ന് ചതച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉള്ളിയും തക്കാളിയും എടുത്തിട്ട് ഞാനൊന്ന് അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉള്ളി അരിഞ്ഞ സമയത്ത് എനിക്ക് നന്നായിട്ടൊന്ന് പണി കിട്ടി. നല്ല കറിയുള്ള ഉള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ണിലേക്കൊക്കെ ആയിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ആകെ വെള്ളം വന്നിട്ട് പുകച്ചിലും എരിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനത് അരിഞ്ഞെടുത്തേ. പിന്നെ ഞാൻ അത് ഞണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ പൊട്ടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് പട്ടയും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അത് ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം എന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ. എന്നാൽ പിന്നെ ആ ഒരു കുത്തലൊക്കെ, മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് അത് റെഡി ആയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ കുറയ്ക്കുമ്പോൾ അത് കരിയാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അതും നന്നായിട്ടൊന്ന് കരിയാതെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് എന്നിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണ്ടിയിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുത്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് തുറക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കാണാൻ പറ്റും ഞണ്ടൊരു ചുവപ്പ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ വേവായതിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനെപ്പോഴും ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമല്ലേ. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടി ആട്ടോ ഞാൻ കുറച്ച് ഗരം മസാല ഉണ്ടായിരുന്നു, അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടോ. വലിയ തോതിലൊന്നുമല്ല, ചെറിയൊരളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആവിയും കൂടെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമല്ലി ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ മല്ലിച്ചപ്പിൻ്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര ഇട്ടാലും നന്നായിട്ട് കഴിക്കും ഞാൻ. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കൂടെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും അതിലേക്കുള്ള ആ മസാലക്കൂട്ടും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുമേ. ഞണ്ട് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നല്ല ചുവപ്പ് കളറായിട്ട് നല്ല കുറുകിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.